ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളുടെ ജനപിന്തുണ എത്രയെന്ന് വെളിപ്പെടുത്തി ന്യൂസ് 18 ഒപ്പീനിയൻ പോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും മമതയും കെജ്രിവാളും ഒക്കെ ഇടം നേടിയ പട്ടികയിൽ ഒട്ടും സർപ്രൈസ് ഇല്ലാതെ തന്നെയാണ് നരേന്ദ്രമോദി ഒന്നാമതെത്തിയിരിക്കുന്നത്. നിലവിലെ ദേശീയ നേതാക്കളിൽ മോദിയോളം ജനപ്രീതി മറ്റാർക്കും ഇല്ലെന്നാണ് സർവേയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 59% പേരാണ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് 21% പേരുടെ പിന്തുണ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. പട്ടികയിൽ ഇടം നേടിയ മമതയ്ക്കും കെജ്രിവാളിനും 9% വീതം ജനപിന്തുണ നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സർവേയിലെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം രാഷ്ട്രീയവും സ്ഥാനാർത്ഥിയെയും നോക്കാതെ മോദിക്ക് വേണ്ടി എത്ര പേർ വോട്ട് ചെയ്യുമെന്ന ചോദ്യത്തിന് 85% പേരും അനുകൂലമായാണ് പ്രതികരിച്ചത്. ഇതിനോട് 11% പേർ പ്രതികൂലമായി പ്രതികരിച്ചപ്പോൾ ശേഷിക്കുന്ന അഭിപ്രായം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല. രാജ്യത്തെ 21 പ്രധാന സംസ്ഥാനങ്ങളിലെ 518 ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വിപുലമായ സർവേയാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. 1,18,616 പേർ പങ്കെടുത്ത സർവേയിൽ 95% ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന വോട്ടർമാരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ന്യൂസ് 18 അവകാശപ്പെടുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടുന്ന സർവേ ഫലങ്ങളാണ് ആദ്യഘട്ടം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടാതെയാണ് ഇക്കുറി ഇന്ത്യ സഖ്യം മത്സരത്തിന് ഇറങ്ങുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുറമെ മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രമുഖരിൽ പലരും ഈ മുന്നണിയുടെ ഭാഗമാണ്. എന്നാൽ BJP ഇക്കുറിയും നരേന്ദ്രമോദിയുടെ മുഖം കാട്ടി തന്നെയാണ് എല്ലായിടത്തും വോട്ട് തേടുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തുണയായ മോദി പ്രഭാവം ഇക്കുറിയും തുണ ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. രാമക്ഷേത്ര ഉദ്ഘാടനം, വനിതാ സംവരണ ബിൽ, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു തന്നെയാണ് അവർ വോട്ട് തേടുന്നതും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.